നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ വിജയത്തിലും വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ വൻ ഭൂരിപക്ഷ വിജയത്തിലും അമരമ്പലം UDF പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പൊതുയോഗം KPCC അംഗം NA കരീം ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വളരെ വിവാദമായ ചില വാർത്തകൾ നമ്മുടെ രാജ്യത്ത് പ്രചരിച്ചു. അതിലൊന്ന് പ്രധാനമായത് ഈ തെരഞ്ഞെടുപ്പ് എന്തിനുണ്ടാക്കി എന്നുള്ള ആക്ഷേപമായിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ അതിന് മറുപടി പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ജനാധിപത്യ ബോധം ഉണർത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് മതേതര ബോധമുള്ള ആളുകളും ജനാധിപത്യ ബോധമുള്ള ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയും ശക്തിപ്പെടുത്തും എന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമായും ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ ഉന്നയിച്ചിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ ബോധ്യമായി, ശ്രീ രവി സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ സംവിധാനത്തോട് ഇത്രമാത്രം മോശമായ രീതിയിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ രാജ്യത്ത് വന്ന ഏറ്റവും വലിയ ചർച്ച എന്താണെന്നറിയോ? UDF കൺവീനർ VK അബ്ദു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PM സീദിക്കോയ തങ്ങൾ, സുരേഷ് ബാബു കളരിക്കൽ, അമീർ വള്ളിക്കാടൻ, KP ജൽസീമിയ, T സുധാമണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരം വിതരണവും നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെമ്പിൾ രവി സ്വാഗതവും നിഷാദ് പൊട്ടങ്ങൽ നന്ദിയും പറഞ്ഞു. UDF ഭാരവാഹികളായ രാഹുൽ തൾപ്പാറ, കുണ്ടിൽ മജീദ്, അഷ്റഫ് മുണ്ടശ്ശേരി, KM സുബൈർ, VP അഫീഫ, MA റസാഖ്, സുനിത നൊട്ടത്ത്, K നബീല്, MT നാസർബാൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Teddy Baby Diaper and Pants made for Indian baby body type.